ഞാനൊരു കോഴിക്കോട്, എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം ഞങ്ങൾക്കറിയാം, ഇപ്പം എന്ത് ആഘോഷമാണെങ്കിലും ശരി, കോഴിക്കോട് ബീച്ചിലൊന്ന് വന്നിരിക്കണം, എന്നാലും ആഘോഷം പൂർത്തിയാവുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഇപ്പോഴേ തിരക്കാണോ അവിടെ? ആര്യ, സംശയമുണ്ടോ? ഫുൾ വൈബിൽ തന്നെ ആഘോഷം അങ്ങനെ പൊടിപൊടിക്കുകയാണ്. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബീച്ചിൽ ഇപ്പോഴേ നല്ല തിരക്കായിട്ടുണ്ട്. വൈകിട്ടൊരു 3 മണിയോടുകൂടി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ തന്നെ ഇതൊന്നും വകവയ്ക്കാതെ ആയിരങ്ങൾ ഇപ്പോഴേ ഒഴുകിയെത്തിയിട്ടുണ്ട്. 2023 അവസാന സായാഹ്നമാണ്. അത് ബീച്ചിൽ ആസ്വദിക്കാനായി വന്ന ആളുകളാണ്. ബീച്ചിന് പുറമെ മാനാഞ്ചിറ സ്ക്വയറാണ് ആഘോഷങ്ങളുടെ മറ്റൊരു കേന്ദ്രം. ദീപാലങ്കൃതമായി മാനാഞ്ചിറയ്ക്ക് മാറിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു വർഷത്തെ അവസാന സായാഹ്നം അത് ബീച്ചിലും മാനാഞ്ചിറയിലും ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എങ്ങനെയുണ്ട് ന്യൂ ഇയറിന്റെ തന്നെ ഓടിപ്പോയി ചേച്ചി, ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയായി? നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അടിപൊളി തന്നെ. എവിടുന്ന വരുന്നേ? ഇവിടുന്ന് വടകരന്ന്. വടകരന്ന് ഇവിടെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന്. അതെ, നല്ലതല്ലേ ഇവിടെ. എങ്ങനെയുണ്ട് ആഘോഷം? സൂപ്പർ. എങ്ങനെയുണ്ട് ബീച്ചിലൊക്കെ വന്നിട്ട്? അടിപൊളി. പുതിയ വർഷമാകാൻ പോവാ. പുത്തൻ ഉടുപ്പുകളിട്ട് കുടുംബത്തോടൊപ്പം ബീച്ചിലേക്ക് വരിക, അത് കോഴിക്കോടുകാർക്ക് ഒരു ശീലമാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ആ ബീച്ചിൽ നിന്ന് കണ്ടതും.